ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം വെക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്തായിരുന്നു. വെക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ക്ലാസ്സിൽ എടുത്തായിരുന്നു. അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം കൂടി ഇനി നമുക്ക് ക്ലാസ്സിൽ എടുക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ്. നിങ്ങളത് ശരിക്കും നോക്കി മനസ്സിലാക്കി എഴുതണേ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. അപ്പം നമുക്കതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ 3i minus 2j plus 5k. ക്യാപ്പ് ഉണ്ട്, ഐക്കും ജെക്കും കെക്കും, ഐ ജെ കെ ക്യാപ്പ് ഉണ്ട്. 3i minus 2j plus 5k. ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ വെക്ടറിന് നമുക്ക് എ ബാർ എന്ന് പേര് കൊടുക്കാം. എ ബാർ is equal to 3i minus 2j plus 5k. അപ്പോൾ ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. യൂണിറ്റ് വെക്ടർ നമുക്ക് എ ക്യാപ്പ് എന്ന് എഴുതാം. യൂണിറ്റ് വെക്ടർ നമ്മൾ പറഞ്ഞായിരുന്നു. യൂണിറ്റ് വെക്ടറിനെ എ ക്യാപ്പ് എന്നാണ്. ഐ ജെ കെ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ക്യാപ്പ് ഇട്ടേക്കുന്നത്. എ ക്യാപ്പ് എന്ന് പറയുന്നത് എ ബാറിനെ ഇതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എ ബാറിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ഏത് വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ചോദിച്ചാലും ആ വെക്ടറിനെ യൂണിറ്റ് വെക്ടർ വെച്ച്, ആ വെക്ടറിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് എ ബാർ എന്ന് വെച്ചാൽ മോഡുലസ് എ ബാർ കണ്ടുപിടിച്ചാൽ മതി. 3i minus 2j plus 5k ആണ്. ആ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കമ്പോണൻസിന്റെ സ്ക്വയർ. മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്കിൽ എടുക്കണ്ട, മൈനസ് എടുക്കണ്ട. അപ്പം 3 2 5 ആ, നെഗറ്റീവ് ഇട്ടേക്ക്. 3യുടെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ നമ്മൾ പഠിച്ചില്ലേ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അതാണ് മോഡുലസ്. കമ്പോണന്റിന്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പം നെഗറ്റീവ് ഉണ്ടെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട, കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആയി പൊക്കോളും. അപ്പം നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടങ്ങ് എഴുതിയാൽ മതി. അപ്പം 3യും 2ഉം 5ഉം ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, 5 സ്ക്വയർ 25. അപ്പോൾ അത് ചെയ്യുമ്പോൾ 13 38 വരും. റൂട്ട് 38 കിട്ടും. therefore യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ അതിൻ്റെ അതിൽ കൊടുത്താൽ മതി. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എ ബാർ ബൈ മോഡുലസ് എ ബാർ. എ ബാർ എന്ന് വെച്ചാൽ ആ വെക്ടർ അതേപടി എഴുതുക. 3i minus 2j plus 5k. എ ബാർ ബൈ മോഡുലസ് എ ബാർ എന്ന് പറയുമ്പോൾ റൂട്ട് 38. ഇത്രയേ ഉള്ളൂ, കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു വെക്ടറിനെ അതിൻ്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും അത് പഠിച്ചോണം. അതുപോലെയാണ് 2-3 ക്വസ്റ്റ്യൻസ് അതിനകത്തുള്ളത്. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി ക്യൂ. ഈ പി ക്യൂവിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ പിയും ക്യൂവും പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിയും ക്യൂ. പി എന്ന് പറയുന്നത് -1 3 2. പി എന്ന് പറയുന്നത് -1 3 2. ക്യൂ എന്ന് പറയുന്നത് 5 4 6. 5 4 6. അപ്പം വെക്ടർ പി ക്യൂവിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ചോദിക്കുന്നത്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂ ബാർ. വെക്ടർ പി ക്യൂ. ഇപ്പം ഏത് വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ചോദിച്ചാലും ആ വെക്ടർ ബൈ മോഡുലസ് എടുത്താൽ മതി. ഇവിടെ വെക്ടർ എന്ന് പറഞ്ഞാൽ പി ക്യൂ ആണ്. പി ക്യൂവിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ നമുക്ക് പറയാം യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു വെക്ടർ പി ക്യൂ. വെക്ടർ പി ക്യൂവിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. വെക്ടർ പി ക്യൂവിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ വെക്ടർ പി ക്യൂവിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം വെക്ടർ പി ക്യൂ കണ്ടുപിടിക്കണം. പിയും ക്യൂവും 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. വെക്ടർ പി ക്യൂ കാണാനായിട്ട് 2 പോയിന്റ് തന്നാൽ x1 y1 z1 x2 y2 z2 2 പോയിന്റ് തന്നാൽ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. x2 minus x1 into i cap, x2 minus x1. ക്യൂവിൽ നിന്ന് p വേണം കുറയ്ക്കാൻ. ക്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഓർക്കുന്നില്ലേ. x2 minus x1 into i cap പ്ലസ് y2 minus y1 into j cap പ്ലസ് z2 minus z1 into k cap. ഇത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഇത് പി ക്യൂ കണ്ടുപിടിക്കണം. x1 y1 z1 എന്ന് പി ആണ്. x1 y1 z1, q ആണ് x2 y2 z2. സെക്കൻഡിൽ നിന്ന് വേണം ഫസ്റ്റ് കുറയ്ക്കാൻ, ക്യൂവിൽ നിന്ന് വേണം പി കുറയ്ക്കാൻ. അപ്പം നിങ്ങളുടെ ഡിഫറൻസ് ക്യൂവിൽ നിന്ന് പി കുറയ്ക്കാം. 5 -1 ആണ്. 5 -1 ശ്രദ്ധിച്ചോളാം. 5 -1 ഇൻറ്റു ഐ പ്ലസ് ഇനി y 4 -3 ഇൻറ്റു ജെ. അടുത്ത z കോർഡിനേറ്റ് 6 - 2 ഇൻറ്റു കെ. അതായത് 5 -1 5 + 1 6 വരും. 6i
4 മൈനസ് 1 എന്ന് വെച്ചാൽ 1 വരും. 1j പ്ലസ് 6 മൈനസ് 2 എന്ന് വെച്ചാൽ 4k വരും. ഇതാണ് പി ക്യൂ ബാർ. ഇതിന്റെ മോഡുലസ് വേണം. മോഡുലസ് പി ക്യൂ ബാർ. മോഡുലസ് നമുക്കറിയാം 6 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36 പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1, 4 സ്ക്വയർ എന്ന് വെച്ചാൽ 16. അപ്പോൾ 53 വരും. റൂട്ട് 53 വരും. therefore യൂണിറ്റ് വെക്ടർ ഇക്വേഷൻ അത് കൊടുത്താൽ മതി. യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു പി ക്യൂ ബാർ ബൈ മോഡുലസ് പി ക്യൂ ബാർ അല്ലേ. പി ക്യൂ ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു 6i പ്ലസ് 1j പ്ലസ് 4k ബൈ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് 53. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കി എടുത്താൽ മതി. ഏത് വെക്ടർ ചോദിച്ചാലും ആ വെക്ടർ ആദ്യം കണ്ടുപിടിക്കുക, അതിന്റെ മോഡുലസും കാണുക. എന്നിട്ട് വെക്ടറിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് വെക്ടർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. അതിന്റെ യൂണിറ്റ് വെക്ടർ തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബാർ പ്ലസ് 3b ബാർ. എ ബാർ പ്ലസ് 3b ബാർ ഇതിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബാറും ബി ബാറും തന്നിട്ടുണ്ട്. എ ബാർ എന്ന് പറയുന്ന വെക്ടർ 2i മൈനസ് 2j പ്ലസ് 4k. 2i മൈനസ് 2j പ്ലസ് 4k. ബി ബാർ എന്ന് പറയുന്നത് i പ്ലസ് ജെ മൈനസ് 5k. i പ്ലസ് ജെ മൈനസ് 5k. എല്ലാത്തിനും ക്യാപ്പ് ഉണ്ട് കേട്ടോ. i j k ക്ക് ക്യാപ്പ് ഉണ്ട്. ഇട്ടാണോ നിങ്ങൾ? എ ബാർ പ്ലസ് 3b ബാറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അപ്പൊ ആ വെക്ടർ കണ്ടുപിടിക്കുക, അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് എ ബാർ പ്ലസ് ബി ബാറിനെ സി ബാർ എന്ന് കൊടുക്കും. എ ബാർ പ്ലസ് 3b ബാർ അതിന് എഴുതാൻ എളുപ്പത്തിന് സി ബാർ. അപ്പൊ സി ബാറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സി ബാർ ബൈ മോഡുലസ് സി ബാർ കണ്ടുപിടിച്ചാൽ മതി. ആദ്യം നമ്മൾ സി ബാർ കണ്ടുപിടിക്കുന്നു. സി ബാർ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് ലാംഡ ബി ബാർ ആണ്. വാല്യൂസ് കൊടുക്കുന്നു. എ ബാർ എന്ന് പറയുന്നത് 2i മൈനസ് 2j പ്ലസ് 4k പ്ലസ് 3 ഇൻറ്റു ബി ബാർ എന്ന് പറയുന്നത് i പ്ലസ് ജെ മൈനസ് 5k. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് 2i മൈനസ് 2j പ്ലസ് 4k. 3 വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 3 ബി ബാർ ആയിരുന്നു. അപ്പം 3 കഴിഞ്ഞ് ബി ബാർ ഫുള്ള് ബ്രാക്കറ്റിൽ ഇടണം, അല്ലെ തെറ്റിപ്പോകും. ഇനി 3 വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു i 3a പ്ലസ് 3 ഇൻറ്റു j 3j മൈനസ് 3 ഇൻറ്റു 5 15k. ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2i ഉണ്ട് പ്ലസ് 3a ഉണ്ട്. 2i പ്ലസ് 3a എന്ന് വെച്ചാൽ 5i മൈനസ് 2j ഉണ്ട് പ്ലസ് 3j ഉണ്ട്. മൈനസ് 2 പ്ലസ് 3 പ്ലസ് 1 വരും. പ്ലസ് 1j പ്ലസ് 4k മൈനസ് 15k പ്ലസ് 4 മൈനസ് 15 മൈനസ് 11k വരും. ഇതാണ് സി ബാർ. അതായത് എ ബാർ പ്ലസ് 3b ബാർ. എ ബാർ പ്ലസ് 3b ബാർ എന്ന് പറഞ്ഞാൽ ആ സി ബാർ നമുക്ക് കിട്ടി. അതിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഏത് വെക്ടർ ആണോ അതിന്റെ മോഡുലസ് വെച്ച്. അപ്പൊ നമുക്ക് മോഡുലസ് സി ബാർ കണ്ടുപിടിക്കാം. മോഡുലസ് സി ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡുലസ് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. 5 സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് എടുത്താൽ മതി. 11 സ്ക്വയർ അതായത് 25 പ്ലസ് 1 പ്ലസ് 121. അപ്പം എത്ര വരും? റൂട്ട് 147 വരും. റൂട്ട് 147. therefore യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു സി ബാർ ബൈ സി ബാറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ വെച്ചേക്കുന്നത് എ ബാർ പ്ലസ് 3b ബാർ. അതിന് നമ്മൾ സി ബാർ എന്ന് പേര് കൊടുത്തു. സി ബാർ ബൈ അതിന്റെ മോഡുലസ്. അതായത് സി ബാർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടി 5i പ്ലസ് 1j മൈനസ് 11k. അതാണ് സി ബാർ ബൈ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടി 147 റൂട്ട് 147. ഇതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബാർ പ്ലസ് 3b ബാർ. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. യൂണിറ്റ് വെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, സ്കെയിലർ ആൻഡ് വെക്ടർ കമ്പോണന്റ്. ഒരു വെക്ടറിന്റെ ഏത് വെക്ടർ എന്നാലും ഇതിന്റെ സ്കെയിലർ കമ്പോണന്റും വെക്ടർ കമ്പോണന്റും വളരെ സിമ്പിൾ ആണ്, ചുമ്മാ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ ഫൈൻഡ് ദ സ്കെയിലർ ആൻഡ് വെക്ടർ കമ്പോണന്റ്സ് ഓഫ് ദ വെക്ടർ 2i മൈനസ് 5j പ്ലസ് 7k. 2i മൈനസ് 5j പ്ലസ് 7k. ഈ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസും വെക്ടർ കമ്പോണൻസും ചോദിച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ ഈ വെക്ടറിനെ എ ബാർ എടുക്കുക. എ ബാർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഐജെക്കെ ഒഴിവാക്കി കോമായിട്ട് എഴുതിയാൽ മതി. അതിന്റെ കമ്പോണൻസ് ഐയുടെ കൂടെയുള്ള 2 ആണ്, ജെയുടെ കൂടെയുള്ളത് -5 ആണ്, കെയുടെ കൂടെയുള്ളത് 7 ആണ്. അതാണ് അതിന്റെ സ്കെയിലർ കമ്പോണൻസ്. കോമായിട്ട് എഴുതിയാൽ മതി. ഐയുടേത് 2, ജെയുടേത് -5 നെഗറ്റീവ് ഉൾപ്പെടെ എടുത്തോണേ, കെയുടേത് 7. ഇതാണ് സ്കെയിലർ കമ്പോണൻസ്. വെക്ടർ കമ്പോണൻസ് വെച്ച് അതിന്റെ കൂടെ ഐജെക്കെ വെക്ടർ പാർട്ട് ഐയും ജെയും കെയും ഐജെക്കെയും കൂടെ കൂട്ടിച്ചേർത്താൽ മതി. വെക്ടർ കമ്പോണൻസ്
വെക്റ്റർ കമ്പോണൻസ് എന്ന് പറയുന്നത് 2i അല്ലേ, കോമ -5j 7k, ഇത്രയേ ഉള്ളൂ. കമ്പോണൻസ് വെച്ച് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. സ്കെയിലാർ ആകുമ്പോൾ ijk വേണ്ട, വെക്ടർ ചോദിച്ചാൽ ijk കൂടെ കൂട്ടി എഴുതുക, അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ രണ്ട് വെക്ടർ പാരലൽ അല്ലെ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് 3i - 4j + 2k and -9i + 12j - 6k, ഈ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൊളീനിയർ അല്ലെ പാരലൽ. പ്രൂവ് ദാറ്റ് ദീസ് ടു വെക്ടേഴ്സ് ആർ പാരലൽ ഓർ പ്രൂവ് ദാറ്റ് ദീസ് ടു വെക്ടേഴ്സ് ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാലും പാരലൽ എന്ന് പറഞ്ഞാലും സെയിം ആ. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു, രണ്ട് വെക്ടേഴ്സ് പാരലൽ അല്ലെ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ചെറുതാണ്, ഇതാ വലിയ വെക്ടർ. അപ്പൊ ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇത് നമുക്ക് a ബാർ എടുക്കാം. a ബാർ = 3i, ചെറിയ വെക്ടർ a ബാർ അല്ലെ, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. 3i - 4j + 2k നെ a ബാർ എടുത്തു. അടുത്തത് b ബാർ = -9i + 12j - 6k. നോക്കുക, ഇതിന് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 9, 12, 6, കോമൺ ആയിട്ട് 3 ഉണ്ട്. 3 എടുക്കുമ്പോൾ 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ -3i വരും. ഇവിടെ +3i. അപ്പൊ നമുക്കൊരു കാര്യം -3 കൂടെ എടുത്തേക്കാം, മൈനസും കൂടി എടുത്തേക്കാം. മൈനസും എടുത്തു, 3യും എടുത്തു, പിന്നെ മിച്ചം ഇവിടെ ഒരു 3യും iയും ഉണ്ട്. 3i കാരണം മൾട്ടിപ്ലൈ ചെയ്തു, -3 × 3i ആണ് 9i, -9i വന്നേക്കുന്നത്. ഇതിൽ നിന്നും പ്ലസ് ആയിരുന്നു, മൈനസ് വെളിയിൽ എടുക്കുമ്പോൾ അവിടെ ഒരു മൈനസ് വരും. 12ൽ നിന്ന് 3 എടുത്തു, 12ൽ നിന്ന് 3 എടുക്കാം, പിന്നെ 4 × 3 അല്ലേ 12, 4j വരും. മൈനസും കൂടെ കോമൺ എടുത്തു, അപ്പം പ്ലസ് വരും. ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ പ്ലസ് വരും. 6ൽ നിന്ന് 3 എടുത്തു, അപ്പം 2 വരും, 2k. കണ്ടോ, 3i - 4j + 2k -3 × a ബാർ എന്ന് കിട്ടി. അതായത് ബി ബാറിനെ -3 × a ബാർ, ബി ബാറും a ബാറും മൾട്ടിപ്പിൾ ആ. കണ്ടോ, a ബാറിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ബി ബാർ കിട്ടിയത്. ബി ബാർ = -3 × a ബാർ. ഒരെണ്ണം മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം these two vectors are collinear, അല്ലെ these two vectors are parallel. Parallel എന്നോ collinear എന്നോ പറയാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും പഠിക്കാം. ഇതാണ് പ്രോബ്ലംസ്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി എടുക്കണം. ഓക്കെ.